തപോതപസിൽ ഇന്ദ്രധനുസുകൾ മീട്ടിയ ഇവിടുത്തെ രാജകൽപ്പന നർത്തകിയുടെ ഡയാനമോളുടെ നൃത്തം വളരെ ഗംഭീരമായിരുന്നു. കേശവമാമ, അത്ര കട്ടിയുള്ള വാക്കുകൾ നമുക്ക് ചേരൂല. ഇച്ചിരി ഒരു എഴച്ചിലൊരു ലാഗൊക്കെ വന്നു തുടക്കത്തിൽ തന്നെ. നമസ്കാരം സാർ. നമസ്കാരം. ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാം കാണാൻ സാധിച്ചതിൽ. ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ്. അപ്പോൾ എന്നും പുള്ളിനെ തന്നെയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ കണ്ടു മടുത്തോണ്ട് ഇന്നിങ്ങനെ വേഷത്തിൽ വന്നോളാൻ പറഞ്ഞത്. ഞങ്ങൾക്കും ഇതേ അവസ്ഥ തന്നെയാണ്. അതെ, എല്ലാ ദിവസവും ഓണം വരണേ, ഇങ്ങനെയൊക്കെ കാണാമല്ലോ. ഒരുക്കോട്ടെ, അത് ചേരുന്നില്ല, ഞാൻ പറയാൻ വരുമായിരുന്നു. അവിടെ തന്നെ ഇടിച്ച് താത്താണ് പാതാളത്തിലേക്ക്. ഈ കേശവമാമന്റെ പല എപ്പിസോഡുകളിലും നല്ല കലക്കും പാട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടില്ലേ? ഓണമൊക്കെ അല്ലേ? തീർച്ചയായിട്ടും. കാരണം സാറും ഒക്കെ വന്നുകൊണ്ട് സാറൊക്കെ കൂടുതൽ പഴയ പാട്ടുകളാണ് കൂടുതൽ മനസ്സിൽ കിടക്കുന്നത്, എനിക്കറിയാം. എനിക്കും അതെ. അതെ. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ പഴയ കാലത്ത് ആ ഒരു നിൻതുമ്പു കെട്ടിയിട്ട ചുരുൾ മുടിയിൽ ഇത് ഇതുപോലെ പാടാൻ പോവാണോ? അല്ലല്ല, അങ്ങനെ ചെയ്യരുത്. കാരണം ഓണമല്ലേ, നല്ലൊരു ഓണമായിട്ടേ. അതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ വെർഷനാക്കി പാടിയാ മതി. ഞാൻ എങ്ങനെയും ഒന്ന് പാടിക്കോട്ടെ? ആയിക്കോട്ടെ. ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോൽ സരസൻ സരിഗമ പാടി വടക്കേല വീട്ടിൽ വലിവായി കിടക്കും വല്യപ്പനെഴുന്നേറ്റോടി. ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോ വിളിക്കാത്ത കല്യാണ വീട്ടിൽ ചെന്നു സരസൻ ട്രാക്കിട്ടു പാടി. വിളിക്കാത്ത കല്യാണ വീട്ടിൽ ചെന്നു സരസൻ ട്രാക്കിട്ടു പാടി. കലവറ കാക്കും വറപൊരിക്കാരൻ മുരളി അലറി വിളിച്ചു, സരസാ മകനെ സംഗതി പോരാ ടെമ്പോ പോ. ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോൽ സരസൻ സരിഗമ പാടി വടക്കേല വീട്ടിൽ വലിവായി കിടക്കും വല്യപ്പനെഴുന്നേറ്റോടി. ഒരു ചങ്ക് പൊട്ടിയുള്ള നിലവിളി പോ. ഇത്രയും കഴിവുള്ള ഈ കേശവമാമനെയാണ് നിങ്ങൾ വേണ്ടിട്ട് പീഡിപ്പിക്കുന്നത്. ശരിക്കും വേണ്ട പ്രോത്സാഹനം ഇവിടുന്ന് കിട്ടുന്നില്ല. ഇവരെല്ലാം കൂടെ പീഡിപ്പിച്ച് ഇവിടെ ഇട്ട് ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐ സപ്പോർട്ട് കേശവമാമൻ. ഞാൻ കൂടെ വരട്ടെ? അത് വേണ്ട, അത് വേണ്ട. എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ നിലവിളി പോലുള്ളൊരു അതിലൊരു വെള്ളി വീണു. അതൊരു ശരിക്കും നിലവിളിയായിപ്പോയി. കറക്റ്റാണ് ആ വാക്ക്, ആ ട്യൂണിന് പെർഫെക്റ്റ് ആണ്. സന്തോഷമായ ഒരു കാര്യമാണ്. ആ ഡാൻസ് കളിച്ച ഡയാന ഡ്രസ്സ് മാറി വരുന്നത് വരെ ഇവിടെ ആങ്കർ ചെയ്യാനുള്ള അധികാരമുള്ളത്. പാടിയുള്ള സമയം ഇല്ലാതാക്കണ്ട. പെട്ടെന്ന് മത്സരാർത്ഥികളെ വിളിച്ചു. എന്തായാലും ഇന്നത്തെ മത്സരാർത്ഥികളെ നമുക്ക് നല്ല കയ്യടിയോടെ ഇങ്ങോട്ട് വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. മെൽവിനെയും ഇടവേള റാഫിയെയും. നമുക്ക് പെർഫോമൻസിലേക്ക് പോവാം. അമ്മാവാ വിസിലൂടെ. അപ്പോൾ വിസില്. എല്ലാ നാട്ടിലും ഉണ്ടാവും ഒരു ചായക്കട. എൻ്റെ നാട്ടിലുണ്ട് ഒരു ചായക്കട, രാഘവേട്ടൻ്റെ ചായക്കട. തുറക്കാത്ത ചായക്കട എന്ന നാട്ടിൽ കളിയാക്കി വിളിക്കുന്നത്. എനിക്ക് കാണുന്നുണ്ട്. ഇയാൾ ആദ്യമായിട്ട് ചായക്കട തുറക്കാൻ പോകുന്ന ദിവസം ഇയാൾ ചായക്കടയിലേക്ക് പലഹാരം ഉണ്ടാക്കാനുള്ള പൊടി മില്ലിൽ പോയി പൊടിച്ച് വരുന്ന വഴിയാണ്. അപ്പോൾ പുള്ളി ഈ പൊടി പിടിപ്പിച്ച തഞ്ചി ഒരു സൈക്കിളിൽ തൂക്കി, എന്നിട്ട് സൈക്കിളിൽ ഇങ്ങനെ ഒരു കാലുകൊണ്ട് കൊന്തി മറ്റേ കാലിങ്ങനെ എടുത്ത് വെച്ചതും ചാല് ചവിട്ടിയ സഞ്ചിനകത്തായിരുന്നു. ആൾ തലമുറ്റത്തെ വീഴ്ച വീണ് ഹോസ്പിറ്റലായി. അങ്ങനെ കുറേ ദിവസം പോയി. അത് കഴിഞ്ഞ് പിന്നെയും വീണ്ടും ഇയാൾ ഹോസ്പിറ്റലിലൊക്കെ വന്ന് വീണ്ടും കട തുടങ്ങി. അപ്പോൾ സന്തോഷത്തിന് പുള്ളി കൂട്ടുകാരെയൊക്കെ വിളിച്ച് ഒരു കുപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് വെള്ളം അടിച്ച് ആൾ ഫിറ്റായി. ഈ പുള്ളിക്കാരൻ ഫിറ്റായിക്കൊണ്ടായിരുന്നു ആ പൊറോട്ട അടിച്ച്. പൊറോട്ട അടിക്കുമ്പോൾ ഭയങ്കര സ്പീഡിൽ അടിക്കണം. പെട്ടെന്ന് പുള്ളി മുണ്ടം കണ്ട് ഉരിഞ്ഞു പോയി. പുള്ളിയെടുത്ത് കുത്തിയപ്പോൾ മുണ്ടിൻ്റെ ഒരു ഭാഗം പൊറോട്ടയുടെ അടിക്കണ കല്ല് വീണ്. പൊറോട്ട അടിക്കാൻ കൊടുത്ത് ആ മുണ്ടും കീറിയിട്ട് പൊറോട്ട പോലെ കൂട്ടി അടിച്ച് വിട്ട്. അത് ആർക്കാണ്ട് കെട്ടി തല്ലായി വഴക്കായി പിന്നെയും കൂട്ടി. അങ്ങനെ വീണ്ടും രാഘവേട്ടൻ വന്ന് കട തുറന്നു. സാധാരണ പോലെ കച്ചവടമൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് രണ്ട് എക്സിക്യൂട്ടീവായിട്ടുള്ള അറിയാൻ പാടില്ലാത്ത രണ്ട് ആളുകൾ വന്നു. അപ്പോൾ ഇവർ ടിക്ടോക്കിലൊക്കെ വന്നിട്ട് നോക്കിയപ്പോൾ ഈ രാഘവേട്ടൻ്റെ നല്ല ഭക്ഷണമാണെങ്കിലും ഇയാളെ കട ഒരു വൃത്തിയുമില്ലാത്ത കട. അപ്പോൾ ഇവർ നോക്കിയിട്ട് എന്ത് കടയത്? അപ്പോൾ രാഘവേട്ടൻ്റെ മുഖം മാറി. രണ്ട് പേര് പറഞ്ഞു എന്താ ആള്? അപ്പോൾ രാഘവേട്ടൻ പറഞ്ഞു ബീഫും പൊറോട്ടയുണ്ട്,
പുട്ടും കടലയുണ്ട്, ദോശയും ചമ്മന്തിയുണ്ട്. ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ എന്ന് ചോദിച്ചു. ടോയ്ലറ്റാ? ഇവിടുന്ന് ടോയ്ലറ്റ് ഭക്ഷണം കഴിക്കാൻ കഴിക്കുക, അതേ അവിടെ വെള്ളമുണ്ട്, കൈ കഴിയിട്ടും പോവുക. രാഘവേട്ടൻ്റെ കഷ്ടകാലത്ത് ഫുഡ് ഇൻസ്പെക്ടർമാരായിരുന്നു. കട പൂട്ടി ഫീൽ ചെയ്തു. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം കട തുറന്നു. അപ്പോൾ കട തുറന്നപ്പോൾ രാഘവേട്ടൻ വെറുതെ തോന്നില്ല, കട ഒന്ന് പുതുക്കി പണിത് നല്ല പെയിൻ്റൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനായിട്ട് ഒന്ന് തുറന്നു. പക്ഷേ ഞാൻ നോക്കുമ്പോൾ അങ്ങോട്ട് ആളുകൾ പോകുന്നുണ്ട്, പക്ഷേ കയറുന്ന ആൾക്കാർക്ക് അതേപടി തിരിച്ചിങ്ങോട്ട് പോന്നു. ആളുകൾ കയറുന്നു, തിരിച്ചു പോരുന്നു, ഇറങ്ങിപ്പോയിരുന്നു. അപ്പം തന്നെ ഇറങ്ങിപ്പോയി, ഒന്നും കഴിക്കുന്നില്ല. അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് കയറി. അപ്പോൾ ഞാൻ കയറിയപ്പോൾ കടയുടെ അകത്തൊരു കുഴപ്പമില്ല, കട മുമ്പത്തെക്കാളും നീറ്റായി, നല്ല ടൈൽസൊക്കെ വിരിച്ച് നല്ല നല്ല പുതിയ മേശ എല്ലാം ക്ലീൻ. പിന്നെ എന്താണ് ഈ ആൾക്കാർ ഇറങ്ങിപ്പോണത് ഇതറിയാൻ വേണ്ടി ഞാൻ പോയിരുന്നു. അവർ ആകട്ടം വന്ന്, ആ ചേട്ടാ എന്തൊക്കെ കഴിക്കാള്? പുട്ടും പൊറോട്ടയും ബീഫും ഉണ്ട്, പുട്ടും കടലയുണ്ട്, ദോശയും ചമ്മന്തിയുണ്ട്, പിന്നെ ടോയ്ലറ്റ് അപ്പം തന്നെ കേട്ടാ. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ യാതൊരു മനുഷ്യൻ കയറാണ്. ഈ എല്ലാ പ്രശ്നവും കഴിഞ്ഞ് ഇപ്പോൾ പുള്ളി ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കി കട തുറന്നപ്പോഴാണ് ലോക്ക്ഡൗൺ. അതുകൊണ്ട് വിസിലടിക്കാൻ നീ സമ്മതിക്കൂല അല്ലേ മോനെ? അപ്പം എന്തായാലും ഇനിയും സമയമുണ്ട്, നമുക്ക് വന്നിരിക്കും. അപ്പം ഇടവേള. റാഫി തുടർന്നോളൂ. ഓക്കെ, ഞാൻ പറയുന്നത് നമ്മുടെ ഓണാണല്ലോ ഇപ്പോൾ, ചിങ്ങമാസം ആയതുകൊണ്ട് ഓണത്തിൻ്റെ കഥ എൻ്റെ നാട്ടിൽ വെച്ച് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു ആജിക്കുട്ടി എന്ന് പറഞ്ഞ ആളുണ്ട്. ആജിക്കുട്ടി ഒരു പരിപാടിക്കും ഒരു ഫംഗ്ഷനും ഒരു അടിയന്തരോ കല്യാണമോ നിശ്ചയം എന്തിനും ആജിക്കുട്ടിനെ വിളിക്കുമ്പോൾ എല്ലാവർക്കും ചെറിയ മനസ്സിൽ ചെറിയ പേടിയാണ്. എന്താ കാരണം വെച്ചാൽ ഇവൻ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടെത്തും. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ പൊന്നാറ് സാറ് എന്തെങ്കിലുമൊക്കെ കുറ്റം ആൾ കണ്ടെത്തും. അത് നിർബന്ധമാണ് ആജിക്കുട്ടി. അപ്പോൾ ആജിക്കുട്ടി ഇങ്ങനെ വരേണ്ടത് തോന്നാൻ എല്ലാവർക്കും ഒരു ഭയമാണ്. അവനെ പരിപാടിക്ക് ക്ഷണിച്ചാൽ തന്നെ ഭയമാണ്. ഒന്നിന് കുറ്റം പറയോ, നല്ല മൂക്കട്ട് അടിച്ച് കയറ്റി തിന്നും ചെയ്യും, പക്ഷേ ലാസ്റ്റ് കുറ്റം പറച്ചിലുണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ സാഗര ബ്ലാക്ക് ബോൺ തങ്ങൾപ്പടി കൂടി ഞങ്ങളൊരു ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഫിനിക്സ് ക്ലബ്ബുണ്ട്, കണ്ടനാകം ചമയം ക്ലബ്ബുണ്ട്, ശ്രുതി ക്ലബ്ബുണ്ട്, എല്ലാ ക്ലബ്ബും മത്സരം നടത്തുകയാണ്. അപ്പോൾ ഞങ്ങൾ വളരെ സുഭിക്ഷമായിട്ട് എല്ലാവർക്കും ഓണസദ്യ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങളൊരു 10-14 തരം കറികൾ, 4 തരം പായസം എല്ലാം കൂട്ടി നല്ല സൂപ്പർ ഒരു ഓണസദ്യ. അപ്പം ഞങ്ങൾ ആജിക്കുട്ടിനെ ശ്രദ്ധിക്കാൻ വേണ്ടി ആൾക്കാർ പിന്നാലെ ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ഫോക്കസ് ആജിക്കുട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ആജിക്കുട്ടി വിഭവസംബന്ധമായ സദ്യ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടോ എന്നുള്ള ശ്രദ്ധയിലാണ് നിൽക്കുന്നത്. അപ്പം എന്താ ആജിക്കുട്ടിയോട് പറഞ്ഞു, ആജിക്കുട്ടി നല്ല സദ്യ നിങ്ങൾ കഴിക്കാൻ വരണം, ഉച്ചയ്ക്ക് തന്നെ എത്തണം എന്നൊക്കെ പറഞ്ഞ് വളരെ സെറ്റപ്പാക്കി നിർത്തി. അപ്പോൾ ആജിക്കുട്ടി പറഞ്ഞു, ഞാൻ നോൺ വെജ് എന്തെങ്കിലുമൊക്കെ വേണം, എനിക്ക് വെജിറ്റേറിയൻ മാത്രമേ നടക്കൂ. എന്നാൽ ആയിക്കോട്ടെ, ഓണാണ് പാടില്ലാത്താണെങ്കിൽ പോകേണ്ട ഈ ഇറച്ചിയും പൊറാട്ടയും കാര്യങ്ങളും ബീഫ് റോസ്റ്റും ബീഫ് ചില്ലും എല്ലാ സംഭവങ്ങളും മട്ട റോസ്റ്റൊക്കെ ആയിട്ട് അത് അങ്ങനെ ഒരു സാധനം അതും ഒരുക്കി വെച്ച് അങ്ങനെ പുള്ളി ഒരുക്കി വെച്ചിട്ട് ആജിക്കുട്ടി ആദ്യം തലക്കെന്ന് സദ്യ കഴിച്ചു. അപ്പോൾ എല്ലാവരും ആജിക്കുട്ടി എന്താ പറഞ്ഞു ഇങ്ങനെ ഫോക്കസ് നിൽക്കുകയാണ്, എന്തെങ്കിലും ഇപ്പോൾ പറയുമല്ലോ. അപ്പോൾ ആജിക്കുട്ടി അൽഹംദുലില്ലാ അത് കുഴപ്പമില്ല, ഓണസദ്യക്ക് ഉസാറായിക്കണ്, വലിയൊരു തറക്കടില്ലാക്ക, നല്ല നല്ല ചേലുണ്ട് കഴിക്കാൻ, നല്ല തരം നല്ല പായസം, അതൊക്കെ ഓക്കെ. ഇനിയിപ്പോൾ നമുക്കിന്ന് നോൺ വെജിലേക്ക് കിടക്കാം. നോൺ വെജ് ഇങ്ങനെ മൂപ്പരാടെ മെല്ലെ ചെന്നിരുന്ന് അതെന്താ അത് പൊറാട്ടയും ബീഫും അത് കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മട്ടൻ റോസ്റ്റ് അത് മൂപ്പര് കുറച്ചെടുത്ത് കഴിച്ചു. അപ്പോഴൊക്കെ ആൾക്കാർ പ്രതീക്ഷ ആജിക്കുട്ടി എന്തെങ്കിലും പറയുമോ, ആജിക്കുട്ടി എന്ന് പറയും, വീണ്ടും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആജിക്കുട്ടി ഇതൊന്നും തറക്കടില്ല മക്കളെ, പക്ഷേ നിങ്ങളെല്ലാം ഉഷാറായിട്ടുണ്ട്, പക്ഷേ എന്ന് പറഞ്ഞോട് കൂട്ടി ഒരു സൂചി നിലത്ത് വീണാൽ അറിയാം, അത്രയും സൈലൻ്റായി. മൊത്തം ഞങ്ങളെ ഗ്രാമം സൈലൻ്റായി. ആജിക്കുട്ടി എന്താ പറഞ്ഞുതരാം, എന്തെങ്കിലും പറഞ്ഞു വെച്ചാൽ എന്താ പറഞ്ഞറിയോ, നിങ്ങളെല്ലാം വളരെ ഉഷാറായിരുന്നു, ഐസ്ക്രീം ഫലൂദ ഒക്കെ വളരെ ഉഷാറായിരുന്നു, പക്ഷേ നിങ്ങളെ കൈ എകനോടുത്ത് വെച്ച പൂവമ്പഴം ഉണ്ടായിരുന്നല്ലോ അത് തൊള്ളയെ കൊണ്ടില്ല, വലിപ്പം കൂടി പോയിന്ന്, അതൊന്ന് ചെറുതാക്കി എത്ര നന്നായിരുന്നു നിങ്ങൾക്ക് എന്ന് എന്തെങ്കിലും പറയണ്ട. ചായക്കുട്ടി പറഞ്ഞൊരു കഥയാണ്. അപ്പം നമുക്ക് തുടരൂ. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അബി, ഇവന് പ്രത്യേകം സൈക്കോയാണ്. ഇവൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ ഇവൻ ചിന്തിക്കുന്നത്. ഇവൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവൻ ഏതെങ്കിലും പ്രശസ്തരായ വ്യക്തികളുടെ കഥ വായിച്ചിട്ട് അപ്പോൾ അവരെ പോലെ പിന്നെ ജീവിക്കണം, അവരെ പോലെ അവനും ആകണമെന്ന് അപ്പം തന്നെ തോന്നും, എടുത്തിയാടും. ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്നിങ്ങനെ മെൽബിയാടാ എനിക്ക് ഉടനെ ഒരു സിനിമ ചെയ്യണം. ഞാൻ പറഞ്ഞു അപ്പോൾ ഇവന് ഇതുമായിട്ടൊരു ബന്ധവുമില്ല, ഒരു കലാപരമായിട്ടൊരു ബന്ധത്തിന് ഞാൻ പറഞ്ഞു സിനിമ ചെയ്യാനാണ്. എടാ അതിനൊക്കെ നല്ല കാര്യം, അതിന് പ്രൊഡ്യൂസർക്ക് അടിയായോ, പ്രൊഡ്യൂസൊന്നും വേണ്ട, ഞാൻ പ്രൊഡ്യൂസർ വേണ്ടെന്ന്. എടാ എനിക്ക് ക്രിസ്റ്റഫർ നോളൻ്റെ കഥ വായിച്ചിട്ടുണ്ട്, ക്രിസ്റ്റഫർ നോളൻ പ്രൊഡ്യൂസർ ഫസ്റ്റ് പടം പിടിക്കും പുള്ളി പ്രൊഡ്യൂസൊന്നുമില്ല, പുള്ളി തന്നെ പ്രൊഡ്യൂസ് ചെയ്ത്, അതുകൊണ്ട് ഞാൻ തന്നെ പടം പിടിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ എനിക്ക് ഒരുപാട് കാശ്, എൻ്റെ പടത്തിന് ഞാൻ ചിലവില്ല, എൻ്റെ പടത്ത് ഞാൻ കൂടുതലും പുതുമുഖങ്ങളെ കൊണ്ട് അഭിനയിക്കണം, അവർക്കാകുമ്പോൾ ഒന്നും കൊടുക്കണ്ട, നമുക്ക് പാട്ട്. ഞാൻ പറഞ്ഞു ഓക്കെ അഭിനയിക്കാനുള്ള ആളൊക്കെ, പക്ഷേ സിനിമയുടെ പ്രധാന ഘടകമുണ്ട്, ഒരു നല്ലൊരു ക്യാമറമാനും ക്യാമറയും വേണം. അതിനെന്ത് ചെയ്യും പറയും, അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്, അതിനെനിക്ക് നമുക്ക് ഇടയാക്കാൻ പറ്റും. ഓക്കെ. പിന്നെ പ്രൊഡക്ഷനൊക്കെ എന്താ ഈ പ്രൊഡക്ഷൻ എന്താ അറിയില്ല, പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഷൂട്ടിങ്ങിന് വേണ്ട സ്ഥലങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്, അത് നമ്മൾ അളിയൻ ചെയ്യും, അളിയനെല്ലാം അല്ല ഓക്കെ. സ്ക്രിപ്റ്റ് റെഡിയായ സ്ക്രിപ്റ്റ് ഒന്നുമില്ല, എൻ്റെ നല്ല അടിപൊളി കൊറിയൻ പടം ഉണ്ട്, നമ്മളത് കാണുന്നു അതേപോലെ ഷൂട്ട് ചെയ്ത് അങ്ങോട്ട് വെക്കുന്നു. കോപ്പി അടിക്കാൻ പറ്റിയുള്ള കോപ്പി അടിക്കാൻ കോപ്പറേറ്റ് ഒക്കെ ഒന്ന് ഈ അകത്താവും കേസാവും. അപ്പോൾ അവൻ പറയണം നമ്മളൊരാളെ സാധനം അയാൾ അറിയാതെ എടുക്കുമ്പോഴുള്ള മോഷണമാണ്, അയാൾ അറിഞ്ഞുകൊണ്ട് എടുത്താൽ അത് മോഷണമല്ല. ഞാൻ കാണിച്ചിട പരിപാടി നാളെ നീ ഫേസ്ബുക്കിൽ ഞാൻ എൻ്റെ സിനിമയുടെ പോസ്റ്റ് ഉണ്ട്, അപ്പം നീ കണ്ടോ. ഇതും പറഞ്ഞിട്ട് അവൻ പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാണ്, അളിയൻസ് പ്രൊഡക്ഷൻസിൻ്റെ ബാനറിൽ
നവാഗതനായ അബിൻ മാത്യൂസ് കൊറിയൻ പടം കോപ്പിയടിച്ച് ചെയ്യുന്ന മലയാള സിനിമയിലേക്ക് പുതുമുഖങ്ങളെയും ഒരു ക്യാമറാമാനെയും ആവശ്യമുണ്ട്. സ്വന്തമായി ക്യാമറയുള്ള ക്യാമറമാൻ മാത്രം ബന്ധപ്പെടുക എന്ന് ഡയറക്ടർ അബിൻ. ഫോൺ നമ്പർ NB. നിങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം നിങ്ങൾ തന്നെ കൊണ്ടുവന്നാൽ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം ചെയ്തു തരാം. ഇത്രയും ദാരിദ്ര്യം പിടിച്ചൊരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടില്ല. അപ്പം തന്നെ പൂരത്തെറിയ കമൻറ്റ് ബോക്സ് വന്ന് അവൻ ആ പരിപാടി ഉപയോഗിച്ച്. ഇപ്പോഴേ ആപ്പിളിൻ്റെ MD സ്റ്റീവ് ജോബ്സിൻ്റെ കഥ വായിച്ചപ്പോൾ ഇപ്പോൾ മൊബൈൽ കമ്പനി തുടങ്ങണമെന്ന് നടക്കണേ. എന്നിട്ട് ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇട്ടണേ അബിൻ തുടങ്ങാൻ പോകുന്ന മൊബൈൽ കമ്പനിക്ക് മൊബൈൽ ഉണ്ടാക്കാൻ അറിയാവുന്ന പുതുമുഖ ശാസ്ത്രജ്ഞന്മാരെ ആവശ്യമുണ്ട്. സ്വന്തമായി സ്ക്രൂ ഡ്രൈവറും സോൾഡിംഗ് സെറ്റും ഉള്ളവർ മാത്രം ബന്ധപ്പെടുക എന്ന് ഓപ്പറേറ്റർ അബിൻ. രണ്ടുപേരും കൃത്യസമയത്താണ് നിർത്തിയത്. റാഫി തുടരൂ. യെസ്, ഞങ്ങളുടെ നാട്ടിൽ സുന്ദരുണ്ട്, KP സുന്ദരൻ. മൂപ്പര് എന്താ ചെയ്യാച്ചാലും ചെറിയൊരു വേവ് കുറവാണ്. വേവ് കുറഞ്ഞാൽ മനസ്സിലായോ എന്താ? നമ്മൾ 10 വയസ്സ് കുറവെന്ന് പറയും. അതിന് 10 വയസ്സ് കുറവ്. ഒന്നാണ് ഇട്ടപാടൊന്ന് ഊറ്റി വെച്ചതാണ്, ഫുള്ള് വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ കുറവ് ഓനക്ക് നല്ല അടുത്തുണ്ട്. അപ്പോൾ ഓൻ എന്താ ചെയ്യാച്ചാൽ എന്ത് കണ്ടാലും താളം പിടിക്കും. കിടക്കിട്ടും ഒരു മേശ കണ്ടാൽ താളം പിടിക്കും, ഒരു ഭരണി കണ്ടാൽ താളം പിടിക്കും. അങ്ങനെ സുന്ദരൻ്റെ അച്ഛൻ കഷ്ടകാലത്തിന് ഇവിടെ നിൽക്കുക പൈസ ഒക്കെ വാങ്ങിയിട്ട് ലോണൊക്കെ എടുത്തിട്ട് ഒരു കട തുടങ്ങി. അപ്പോൾ നല്ല ഐശ്വര്യമായിട്ട് ഒരു 4-5 മുട്ടായി ഭരണി ഇങ്ങനെ ഫ്രണ്ടിൽ നിർത്തി ശരി തട്ടുകടയാണ് തുടങ്ങി. അപ്പോൾ സുന്ദരൻ ഇങ്ങനെ വ്യവഹാരമായിട്ട് ഇങ്ങനെ തിരിപ്പിടിച്ച് ഇങ്ങനെ വന്നിട്ട് മൂപ്പരെന്താക്കി അതിൻ്റെ മോള് ടും ടും ടും. അപ്പോൾ നല്ല രസമുള്ളൊരു ശബ്ദം കേട്ട് അപ്പോൾ അവന് പാട്ട് പാടി. എന്നാൽ ഇത് ഇറങ്ങിയ കാലഘട്ടമാണ്. കടമിടിയിൽ കമലദളം കവിനന് തിന്തൂരം, അത് ഇറങ്ങിയ കാലമാണ്. അപ്പോൾ ഈ അച്ഛനക്ക് ചെറുക്കല്ലൊരു ചെവി കുറവുണ്ട്. അപ്പോൾ സുന്ദരൻ നേരെ വന്നു ഭരണികളൊക്കെ എടുത്തിട്ട് കടമിടിയിൽ കടമലദളം കടുതിന് തിന്തൂരം. അപ്പോൾ നല്ല റങ്കായി വീണ്ടും വീണ്ടും കൊണ്ട് കൊട്ടി ഇങ്ങനെ ക്രൂരമായിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛൻ കേൾക്കണം തന്നല്ലോ, കടമുടിയും 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 സിന്ദൂരം, കടമുടിയും 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 സിന്ദൂരം. അച്ഛൻ പറയും പണ്ടാറക്കാലം ഞാൻ ലോൺ എടുത്ത് തുടങ്ങിയ പേടിയാണ്, ഇപ്പോൾ ഇത് മുടിക്കാനായിട്ടാണ് ഈ പാട്ട് മടി വന്നിരിക്കുന്നത്, മേലെ ഈ പരിസരത്ത് കണ്ടു പോർന്ന് കറങ്ങി. അങ്ങനെ തന്നെ ഓണ ദിവസം മറ്റൊരു പരിപാടി ഉണ്ടായി. ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ തന്നെ ഞങ്ങൾ ക്ലബ്ബ് സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ലോക മടിയന്മാരെ തിരഞ്ഞെടുക്കുക. ഞങ്ങളുടെ നാട്ടിൽ പ്രാദേശികമായിട്ടുള്ള മടിയന്മാരെ. അപ്പോൾ ഒക്കെ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമാണ് മത്സരിക്കാനുള്ള അവസരം. അപ്പോൾ ഞങ്ങളെ ക്ലബ്ബിൻ്റെ പ്രസിഡന്റ് നൗഷാദ്, മുബാർക്ക്, പ്രമോദുള്ള ആളുകളെല്ലാവരും കൂടി സെക്രട്ടറി, പ്രസിഡന്റ് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്താൻ പോവാണ്, ഒരു മത്സരം നടത്തുകയാണ്. അങ്ങനെ ഓരോരുത്തരും നീച്ചുന്ന ഓരോരുത്തരും മടി പറയാണ്, ഞാനിന്ന് പണിക്ക് പോയിട്ടില്ല, എനിക്ക് മടിയാണ്. അപ്പോൾ മറ്റവൻ പറഞ്ഞു ഞാൻ മീൻ വാങ്ങിയിട്ടില്ല, അന്ന് മടിയാണ്, എനിക്ക് മടിയുള്ള കാരണം മീൻ മാറ്റില്ല. ഒരുത്തർ ഞാൻ കുളിച്ചിട്ടില്ല, എനിക്ക് മടിയാണ്, ഞാൻ വൈഫ് ഹൗസ് പോയിട്ടില്ല, എനിക്ക് മടി. അങ്ങനെ ഓരോരുത്തരും മടി ഇങ്ങനെ പറയാം. അപ്പോൾ എല്ലാവരും മടിയെല്ലാം കഴിഞ്ഞ് എല്ലാം പ്രഖ്യാപനം എല്ലാം കഴിഞ്ഞുകൊണ്ട് നമ്മൾ സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കണമെന്ന് ഒരാൾ പറഞ്ഞു, ഞാൻ ഇന്ന സംഭവം ഉണ്ട്. അപ്പോൾ ഈ എന്നെ മടി, ഓക്കെ. അപ്പോൾ അത് നമ്മൾ തിരഞ്ഞെടുത്ത് സമ്മാനം കൊടുക്കാൻ പോവാണ്. അന്നേരം ഒരു 7 വയസ്സായത് അപ്പനെ പോലത്തെ ഒരുത്ത ചെറിയൊരു ചെക്ക അവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടീനെ വിളിച്ചു, മോനെ ഇവിടെ നിന്നാ, ഇതെന്താ സംഭവം, ഇടുവാ ഇവിടെ കയറുവാ, ഈ മത്സരത്തിൽ ലജ്ജ എന്തിനാ വന്നതെന്ന് വെച്ചു. ഇതെന്താ എൻ്റെ വിഷയം എന്ന് വെച്ചു. എൻ്റെ അച്ഛൻ ഇങ്ങോട്ട് മരം മടിയായിട്ട് വീട്ടിലിരിക്കാൻ അച്ഛനക്കുള്ള സമ്മാനം തരാൻ പറഞ്ഞിരുന്നു. ഓന് എൻ്റെ മോനായിരുന്നു. അത്ര പോലും പരിപാടിക്ക് സമ്മാനം പഠിക്കാൻ പോലും മടിയാണ്. ഓൻ്റെ മടി എന്തേക്കാറും ലോക മടിയല്ലേ, പിന്നെ അതിലപ്പുറം ഞാൻ എന്താ പറയാ. ശ്യാം പ്രസാദ് സാർ എന്താ പറയാനുള്ളത്? ഫോണുണ്ടെങ്കിൽ സിനിമ പിടിക്കാം എന്നുള്ളൊരു കാലമായിരിക്കുമ്പോൾ ഈ തമാശയൊക്കെ വാസ്തവത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കണ്ടെത്താനും അത് ഇവിടെ അവതരിപ്പിക്കാനും പറ്റിയത് വളരെ വലിയൊരു വളരെ രസകരമായിട്ടുള്ള കാര്യമായി. അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിൻപുറത്തെ പല ടൈപ്പ് കഥാപാത്രങ്ങൾ അതൊക്കെ കണ്ടെത്താൻ ശ്രമിച്ചത് ഇടവേള റാഫിയുടെ ഒരു മിടുക്ക് തന്നെയാണ്. കൺഗ്രാജുലേഷൻസ്, വെൽ ഡൺ. എനിക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ നിങ്ങൾ കണ്ടെത്തുന്ന തമാശകളായതുകൊണ്ട് അതിന് നല്ല ഭംഗിയുണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കാനും ഭയങ്കര രസമുണ്ട്. ഒരാൾ പറയുന്നു, അത് കഴിയുമ്പോൾ അടുത്ത ആൾ പറയുന്നു, അതിന് കണക്റ്റഡ് ആയിട്ട് അടുത്ത ആൾ പറയുന്നു. അപ്പോൾ അടിപൊളിയാണ്, രണ്ടുപേരും നന്നായിട്ടുണ്ട്, ഗംഭീരമാണ്. താങ്ക് യു സാർ. നിങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് തുല്യമായിട്ടാണ് മത്സരിച്ചത്. പ്രത്യേകിച്ച് ഇടവേള റാഫിയുടെ കോട്ട്, ഈ ജുബ എന്ന് പറയുന്നത് നമ്മൾ വീട് പെയിന്റ് ചെയ്യുന്ന സമയത്ത് പെയിന്റ് ചെയ്യാൻ വരുന്നാലും നമുക്കൊരു ലീഫ്ലെറ്റ് കൊണ്ടുതരും, ഏത് കളറാണ് വേണ്ടതെന്ന് ചോദിച്ചിട്ട്. 1 ലക്ഷം കളറുള്ളൊരു സാധനം കൊണ്ടുതരും, ഒരു ഓലക്കെട്ട് പോലത്തെ സാധനം കൊണ്ടുവരും. ഇനിയിപ്പോൾ വീട് പെയിന്റ് ചെയ്യാൻ ലീഫ്ലെറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ ജുബ ഇട്ടുകൊണ്ട് പോയിട്ട് ഇതിലേത് കളറാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ മതി, കൃത്യമായിട്ട് കിട്ടും. ഇനിയിപ്പോൾ ആ ജുബയിൽ വേണ്ട കളർ ഇല്ലെങ്കിൽ ഇതിൽ തിരഞ്ഞെടുക്കാൻ വേണം. ഓഹോ, ആളിരുത്തിയിട്ടുണ്ടാ, ആളിരുത്തിയിട്ടുണ്ട് മക്കളെ. അപ്പോൾ നിങ്ങളുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പ്രൈസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ഡയാന മോളെ ഇങ്ങോട്ട് വിട്ടില്ല. മോളെ ഡയാന ഇങ്ങോട്ട് കയറി പോവാ മോളെ. മോളെ മുഖസ്തുതി പറയേണ്ടത് കരുതരുത്. നീ ഇന്ന് ഇവിടെ അവതരിപ്പിച്ച ഡാൻസ് മാവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, ഗംഭീരമായിരുന്നു ഡയാന, നല്ല ഡാൻസ് ആയിരുന്നു. എന്താ അത് അവിടെ എന്താ ഒരു ചെറിയ അല്ല, എനിക്ക് ഡാൻസ് ചെയ്യാൻ അവസരം തന്നല്ലോ. അതുപോലെ മാമനും
ഡാൻസ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഒരു മാമന് നമ്മള് മാമന്റെ കാക്കമ്മയുടെ ഡാൻസിനുള്ള അവസരം കൊടുത്തില്ല. ഇനി എന്ത് ഡാൻസാ? ഒരു ഓണക്കളി അല്ലേ? അത് അടിപൊളി വെടിക്കെട്ട് ഓണം. ഇതാണ് ഒരു അവസരം കൊടുത്താൽ വീണ്ടും വീണ്ടും വേണമെന്ന് പറയും. ഒരു കാര്യം ചെയ്, ചെന്ന് ഡ്രസ്സ് മാറിയിട്ട് വാ. ഞാനും എന്റെ ടീമായിട്ട് ഞാനിവിടെ വരും. പൊളിക്കണം, പൊളിച്ചടക്കേട്ടേ പോവുള്ളൂ. ഓക്കെ സാർ. ഓക്കെ. ഓക്കെ, അപ്പോൾ ഈ ഓണസമ്മാനം ഇവർക്ക് നൽകാനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു രമേശ് ഏട്ടാ, ശ്യാംപ്രസാദ് സാർ, സുരേഷ്. വൺസ് അപ്പോൺ എ ടൈം എന്നുള്ള ഈ ഒരു പരിപാടി തീർച്ചയായും മലയാള TV പ്രേക്ഷകരുടെ ശ്രദ്ധ ആകർഷിക്കുകയും അവരെ വളരെയധികം ആഹ്ലാദിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതെല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകിച്ച് അമൃത ടെലിവിഷൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഒരു അഭിമാനം തോന്നുന്നൊരു നിമിഷം കൂടിയാണിത്. ഹ്യൂമറിൻ്റെ ഒരു ഉസ്താദായിട്ടുള്ള രമേശ് പിഷാരടി തന്നെ ഇവർക്ക് ഒരു റിഫ്ലക്ടർ ബോർഡ് പോലെ ഇവരുടെ പ്രകടനത്തെ കൂടുതൽ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് രമേശിൻ്റെ തമാശകളും ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഇതിനെ കൂടുതൽ ഉഷാറാക്കാൻ പറ്റി എന്നുള്ളതാണ് വലിയൊരു സന്തോഷം. മറ്റെല്ലാ പ്രവർത്തകർക്കും എൻ്റെ അഭിനന്ദനങ്ങളും ഓണാശംസകളും. ഒരുപാട് സന്തോഷം എന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ക്ഷണിച്ചതിനും എനിക്ക് നേരിട്ട് TV-യിലൂടെയോ യൂട്യൂബിലോ ഒന്നും അല്ലാതെ നേരിട്ട് ഇങ്ങനെയുള്ള പെർഫോമൻസസ് കാണാൻ സാധിച്ചാലും ഒരുപാട് സന്തോഷം. 70-ലധികം എപ്പിസോഡുകളിലൂടെ 50ഓളം കലാകാരന്മാരെ പരിചയപ്പെടുത്തുകയും അവർക്കൊരു പ്ലാറ്റ്ഫോമാണ് അവരുടെ കഴിവുകൾ തെളിയിക്കാനായിട്ടുള്ള. അത് തീർച്ചയായിട്ടും എന്താ പറയുക, ഭയങ്കര നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു. ഒപ്പം എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ലല്ലലാം ലല്ലാം 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 ലല്ലലല്ല കൊച്ചിയിലെ കൊച്ചച്ചനാം ലല്ലലാം പൊന്നോണ നാളിലന്ന് ലല്ലലാം കൊച്ചിയിലെ കായലിലി ലല്ലലാം നീന്തുവാൻ ആഗ്രഹിച്ചു ലല്ലലാം കൊച്ചിയിലെ കൊച്ചച്ചനാം ലല്ലലാം പൊന്നോണ നാളിലന്ന് ലല്ലലാം കൊച്ചിയിലെ കായലിലി ലല്ലലാം നീന്തുവാൻ ആഗ്രഹിച്ചു ലല്ലലാം ലല്ലലാം ലല്ലാം 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 ലല്ലലല്ലാം മാനത്ത് നോക്കി നീന്തി കൊച്ചച്ചൻ, താഴോട്ട് നോക്കി നീന്തി കൊച്ചച്ചൻ, വെള്ളത്തിൽ മുങ്ങി നോക്കി കൊച്ചച്ചൻ, പിന്നീട് പൊന്തിയില്ല കൊച്ചച്ചൻ, നാട്ടുകാരോട് എത്തി ലല്ലലാം വെള്ളത്തിലാകെ നോക്കി ലല്ലലാം കൊച്ചച്ചൻ മുങ്ങിടത്ത് ലല്ലലാം കുഞ്ഞു കുമിള മാത്രം ലല്ലലാം നാട്ടുകാരോട് എത്തി ലല്ലലാം വെള്ളത്തിലാകെ നോക്കി ലല്ലലാം കൊച്ചച്ചൻ മുങ്ങിടത്ത് ലല്ലലാം കുഞ്ഞു കുമിള മാത്രം ലല്ലലാം ലല്ലലാം ലല്ലാം 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 ലല്ലലല്ലാം ലല്ലലാം ലല്ലാം 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 ലല്ലലല്ലാം മാനത്ത് നോക്കി നീന്തി കൊച്ചച്ചൻ, താഴോട്ട് നോക്കി നീന്തി കൊച്ചച്ചൻ, വെള്ളത്തിൽ മുങ്ങി നോക്കി കൊച്ചച്ചൻ, പിന്നീട് പൊന്തിയില്ല കൊച്ചച്ചൻ, മാനത്ത് നോക്കി നീന്തി കൊച്ചച്ചൻ, താഴോട്ട് നോക്കി നീന്തി കൊച്ചച്ചൻ, വെള്ളത്തിൽ മുങ്ങി നോക്കി കൊച്ചച്ചൻ, പിന്നീട് പൊന്തിയില്ല കൊച്ചച്ചൻ. ലല്ലലാം ലല്ലാം 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 ലല്ലലല്ലാം ലല്ലലാം ലല്ലാം 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 ലല്ലലല്ലാം.